അർച്ചന വാസുദേവ് തിരക്കഥ ഒരുക്കി ലിജൻ ജോസ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് ഹർ. മനോരമ മാക്സിൻ്റെ OTT പ്ലാറ്റ്ഫോമിൽ അവരുടെ ആപ്പിൽ റിലീസായിട്ടുണ്ട്. ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പുതിയ സിനിമ എന്ന് വിശേഷിപ്പിക്കേണ്ടതുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. എന്നെ സംബന്ധിച്ച് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു പഴയ ഷോർട്ട് ഫിലിം കാണുന്ന ആ ഒരു ഫീലാണ് 1.5 മണിക്കൂർ സമയവും സിനിമ സമ്മാനിച്ചുകൊണ്ടിരുന്നത്. 5 സ്ത്രീ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നു. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളും സന്ദർഭങ്ങളും കാണിച്ചിട്ട് ഇത് മുഴുവൻ ഒറ്റ കഥയായിരുന്നു എന്ന് സംഗ്രഹിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. നമുക്ക് ഓരോ കഥകളായിട്ട് പറയാം. സിനിമ ആരംഭിക്കുമ്പോൾ ഐശ്വര്യ രാജേഷിൻ്റെ കഥാപാത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അത് വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്ന ഒരു സംഭവമായിരുന്നു. ആൻഡ് വല്ലാണ്ട് വലിച്ചു നീട്ടി, അതായത് നമ്മളെ നിർബന്ധിപ്പിച്ച് ഒരു കാര്യം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പോലത്തെ ഒരു അസ്വസ്ഥതയില്ല. നിങ്ങളിത് അടുത്തേക്ക് സംഭവം എന്താണെന്ന് കാണിക്കുക എന്ന് പറയുന്നൊരു കാര്യം. ആൻഡ് ഇതിലെ സംഭവം എന്ന് പറയുന്നത് ഒരു ഉറുമ്പ് ഡ്രസ്സിൻ്റെ അകത്ത് കയറുന്നതാണ്. അത് ആണിൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് കയറിയാലും പെണ്ണിൻ്റെ ഡ്രസ്സിൻ്റെ അകത്ത് കയറിയാലും ഉണ്ടാകുന്ന കൺഫ്യൂഷൻ മാത്രമേ എനിക്ക് സിനിമയിൽ കാണാൻ പറ്റുള്ളൂ. അതൊരു സ്ത്രീയുടെ മേത്തായതുകൊണ്ട് അവൾ അനുഭവിക്കുന്ന വലിയൊരു, അങ്ങനെ പറയാൻ പറ്റില്ല, അത് ആൺകുട്ടികളുടെ ഡ്രസ്സിൻ്റെ അകത്തും ഉറുമ്പ് കയറാറുണ്ട് പെട്ടെന്ന്. പ്രത്യേകിച്ച് ഈ വീഡിയോയിലൊക്കെ എനിക്ക് എടുത്ത് പറയാൻ പറ്റാത്ത പലയിടങ്ങളിലും കടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ നമ്മൾ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുള്ള ആൺകുട്ടികളെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള സംഭവമായിട്ട് ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ ഇത് അവതരിപ്പിക്കപ്പെടണമായിരുന്നു. ആ സിനിമ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അവർ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്, അതിലേക്ക് എന്ത് സെൻസാണുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാൻ തോന്നിയത്. ഇവരൊരു വീട്ടിൽ കയറി ചെന്ന് ഒരു സ്ത്രീയോട് സഹായം ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത് ആ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെയൊക്കെ ചോദിക്കുമെങ്കിൽ അവർക്കത് ആ പുരുഷനോട് തന്നെ ചോദിച്ചാൽ പോരായിരുന്നു എന്ന് എനിക്ക് തോന്നി. അവിടെ നമ്മൾ രമ്യ നമ്പീശൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ആ ഒരു സ്റ്റോറിയിലേക്ക് വരുന്നുണ്ട്. ആരോടോ ഉള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ ആരോടോ ഉള്ള അപർഷം പ്രകടിപ്പിക്കാൻ വേണ്ടി നിർബന്ധിച്ച് ചെയ്തതാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാര്യം വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള, ഒട്ടും എൻഗേജിങ് ആവാതെയുള്ള ഒരു അവതരണമൊക്കെയാണ്. അവിടെ രമ്യ നമ്പീശൻ ചെയ്ത ക്യാരക്ടറിനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം, അങ്ങനെ ഒരു എക്സാക്റ്റ് ക്യാരക്ടറിനെ എനിക്കറിയാം. നല്ലോണം മുതലെടുത്ത് എല്ലാവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ക്രെഡിറ്റ് മാത്രം സ്വന്തമാക്കി എടുക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം മുഴുവൻ സ്വന്തമാക്കുകയും ഒരുപാട് പ്രതീക്ഷകൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ചില ആൾക്കാർ. അത് റിലേറ്റബിൾ ആയിരുന്നു. പക്ഷെ അതിന് ഈ പറഞ്ഞ പോലെ വലിച്ച് നീട്ടി അങ്ങനെ അങ്ങ് കൊണ്ടുപോവാണ്. അവിടെ നമ്മൾ ഉർവശിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു പോർഷനിലേക്ക് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയ്ക്ക് ഇവർ എന്തിനാണ് ഹർ എന്ന് പേരിട്ടത് എന്നെനിക്ക് വലിയ സംശയം തോന്നിപ്പോയത്. കാരണം അത് അവൻ്റെ മാത്രം കഥയാണ്, അയാളുടെ മാത്രം കഥയാണ്. അയാൾ ക്ഷമിക്കുന്നു, അയാൾ രസകരമായി എൻജോയ് ചെയ്യുന്നു, അയാൾ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു അലക്സയുടെ വില പോലും ഇല്ലാത്ത ഒരു സ്ത്രീ കഥാപാത്രത്തിനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അവർക്ക് അങ്ങനെ ജീവിക്കുന്നതാണ് ഇഷ്ടം. അയ്യോ എന്തൊരു മനോഹാരിത, എന്തൊരു പുനിതമായ ജീവിതം എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഈ പറയുന്ന സിനിമകളിലൊന്നും ഇവരുടെ ഒന്നും പെർഫോമൻസുകൾ മോശമായിരുന്നു എന്ന് ഞാൻ എല്ലാവരെയും കുറിച്ചും പറയില്ല. ഈ സിനിമയിൽ ഒട്ടും അങ്ങനെ പറയാനില്ല. പക്ഷേ ആ കഥയും സന്ദർഭങ്ങളും അത് വികസിച്ച് വരുന്നതും അത് എൻഡ് ചെയ്യുന്നതും എന്തിനാണ് പിന്നെ ഹർ എന്ന് പേരിട്ടതെന്ന് സത്യം പറഞ്ഞാൽ ചോദിക്കാൻ തോന്നി. അവിടെ നമ്മൾ ലിജോ മോൾ അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പോർഷനിലേക്ക് വരുന്നുണ്ട്. അവിടെയും ഇതേ അഭിപ്രായം തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു സബ്ജക്റ്റിനെ ഈ ഒരു രീതിയിൽ എത്ര സിനിമകളായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഞാൻ ഏറ്റവും പുതിയത് എന്ന് ഈ സിനിമയെ വിളിക്കാൻ പറ്റുമോ എന്നുള്ള സംശയം ഉന്നയിച്ചത്. മൃണാൾ താക്കൂർ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു. സിമിലർ ഒരു കോൺസെപ്റ്റിനെ കുറേ കൂടി ഒരു ഹാപ്പി സൈഡിൽ അവതരിപ്പിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ആ ഒരു പോർഷനിൽ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്നത് അവിടെ വന്ന മെയിൽ ആർട്ടിസ്റ്റാണ്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ പുള്ളിയുടെ പെർഫോമൻസിൻ്റെ തുടക്കത്തിൽ തുടക്കക്കാരൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അല്ല, പുള്ളി നൈസായിട്ട് ആ ക്യാരക്ടർ ബിൽഡ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഇത് വളരെ ഫോഴ്സ്ഫുള്ളി ചെയ്ത് വെക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിക്കുറവുണ്ട്. അത് ഞാൻ ശരിക്കും അനുഭവിച്ചു. അവിടെ നമ്മൾ പാർവതി തിരുവോത്തിൻ്റെ പോർഷനിലേക്ക് വരികയാണ്. ആർട്ടിഫിഷ്യൽ ആവാതിരിക്കാൻ വേണ്ടി പരമാവധി ആർട്ടിഫിഷ്യലായി ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തിട്ട് ആ സിറ്റുവേഷനിലെ പേടിയും പരിഭ്രമവും ഒക്കെ ആർട്ടിഫിഷ്യലി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ മൊത്തത്തിൽ അവതരിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു പോർഷനായിരുന്നു അത്. ആ സീനും കൂടി കണ്ടപ്പോഴേ, ആ സീൻ അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഈ സിനിമ ടോട്ടലി എങ്ങനെ കണക്റ്റഡ് ആവുന്നു എന്നുള്ള കാര്യവും കൂടി കാണിച്ചിട്ടാണ്. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് മമ്മൂക്ക ദ കിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗിനെ ഒന്ന് അടിച്ചുറപ്പിക്കാൻ വേണ്ടി എടുത്ത സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: നീ ഒരു പെണ്ണായിപ്പോയി, വെറും പെണ്ണ്. കാരണം ഒരു ഉറുമ്പ് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഓഫാക്കാൻ മറന്നുപോയ ഒരു ഗ്യാസ് സ്റ്റവ് ഉണ്ടെങ്കിൽ നീ ഒന്നും ലോകത്തിൻ്റെ എവിടെയും പോവില്ല, അവസാനം കറങ്ങി തിരിഞ്ഞ് അടുക്കളയിൽ തന്നെ എത്തും എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെ എന്നെ സംബന്ധിച്ച് ഹർ എന്ന് പറയുന്നൊരു സിനിമ, അവർ ചിലപ്പോൾ വൻ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷേ ആസ് എ പ്രേക്ഷകൻ സിനിമ കണ്ടു കഴിയുമ്പോൾ വീണ്ടും അടുക്കളയിൽ എത്തിച്ചേരുന്ന, അവിടെ ഇവിടെ കുറച്ച് പുട്ടിന് പീരിട്ടതുപോലെയുള്ള പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്ന, സമൂഹത്തിൻ്റെ ഒരു ക്ലാസ് ഡിവിഷനൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ വരുന്ന ഒരു ഓട്ടോക്കാരനെ വൻ പ്രതിയാക്കി കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള, എന്താ പറയുക, ഒരുപാട് മുൻവിധികൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിങ്ങനൊരു
സാധനം പറയണം, ഇങ്ങനൊരു പൊളിറ്റിക്സ് പറയാം എന്നൊക്കെ ചിന്തിച്ചാൽ ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിന് മുകളിലേക്ക് നിൽക്കുന്ന ആളുകളുടെ വീക്ഷണകോണിലൂടെയാണ് ഇതിലെ സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും ഒക്കെ നോക്കി കാണാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലുള്ള സ്ത്രീകൾ. അതൊരു തെറ്റൊന്നുമല്ല കേട്ടോ. പലതരം പ്രിവിലേജ് ലെവലിലുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഉന്നമനത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ച് വരുമ്പോൾ അവിടെ വിവിധ തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട്. പക്ഷേ ഇതൊരു സിനിമയെ അവതരിപ്പിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനുള്ള ടൂള് പോലെ ഉപയോഗിക്കുമ്പോൾ കുറേ കൂടി ശ്രദ്ധയാവാമായിരുന്നു, കുറേ കൂടി മികച്ച റൈറ്റിംഗ് ആവാമായിരുന്നു, കുറച്ചും കൂടി മികച്ച അവതരണമാകാമായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് കുറച്ചും കൂടി ബെറ്റർ പ്രകടനങ്ങളാവാമായിരുന്നു. സംഗീതവും അവർ ഒരുപാട് ഡിഫറെൻറ്റ് സാധനങ്ങൾ എന്നുള്ള രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മൊത്തം സംഭവം അത്ര പഞ്ചിങ് അല്ലാത്തതുകൊണ്ട് അതിനോട് നമുക്കൊരു ആസ് എ പ്രേക്ഷകൻ എനിക്ക് പേഴ്സണലി ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തില്ല. ആൻഡ് വിഷ്വലി ആണെങ്കിലും നമ്മളൊരിടക്കാലത്ത് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടു മറന്നിട്ടുള്ള കാലഘട്ടങ്ങളിലെ സിനിമ, അതിൻ്റെ ഒരു കളർ ടോൺ പരിപാടികൾ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയുള്ളൂ. ആകെ മൊത്തത്തിൽ പേര് കണ്ട് പോസ്റ്ററിലുള്ള തലകൾ കണ്ട് വളരെ പ്രതീക്ഷയോടെ കണ്ടിട്ട് തീർത്തും നിരാശ നൽകിയ അനുഭവമായിരുന്നു ഹർ. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്കിതൊരു ഗംഭീര സംഭവമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്ലീസ് എൻലൈറ്റൻ മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് നല്ല ഡിസ്കഷൻ ആവാട്ടോ. ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.